തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വൻ വീഴ്ച. ശരീരഭാഗങ്ങൾ ആക്രിക്കാരൻ മോഷ്ടിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വൻ സുരക്ഷാ വീഴ്ച. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗനിർണയത്തിനയച്ച ശരീരഭാഗങ്ങൾ ആക്രിക്കാരൻ മോഷ്ടിച്ചു. 17 രോഗികളുടെ ശരീരഭാഗങ്ങളാണ് ആക്രിക്കാരന്റെ കയ്യിൽ നിന്നും കണ്ടെത്തിയത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മെഡിക്കൽ കോളേജ് പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പരിശോധനയ്ക്കായി ലാബിലെത്തിച്ച സാമ്പിളുകളാണ് മോഷ്ടിക്കപ്പെട്ടത്. സാമ്പിളുകൾ കാണാതായതോടെ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് ആക്രിക്കാരൻ മോഷ്ടിച്ചതായി മനസ്സിലാക്കിയത്. ശസ്ത്രക്രിയ നടത്തിയവരുടെ രോഗനിർണയം നടത്തുന്നതിനാണ് സ്പെസിമെനുകൾ പരിശോധനയ്ക്ക് അയക്കുന്നത്. ഇന്നലെ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ രോഗികളുടെ ശരീരഭാഗങ്ങളായിരുന്നു ഇന്ന് അയച്ചത്. ഇതാണ് മോഷണം പോയത്. പത്തോളജി ലാബിന് സമീപത്തെ സ്റ്റെയർകേസിന് സമീപമാണ് ആംബുലൻസിൽ കൊണ്ടുവന്ന സ്പെസിമെനുകൾ വെച്ചിരുന്നത്. ഇതിനുശേഷം ആംബുലൻസ് ഡ്രൈവറും ഗ്രേഡ് 2 അറ്റൻഡറും മൈക്രോബയോളജി ലാബിലേക്ക് പോയി. ഇതിനിടെയാണ് സ്പെസിമെനുകൾ മോഷണം പോയത് ശ്രദ്ധയിൽപ്പെടുന്നത്. ആംബുലൻസിൽ ഡ്രൈവറും ആശുപത്രിയിലെ ജീവനക്കാരനുമാണ് പരിശോധനയ്ക്കായി ശരീരഭാഗങ്ങൾ കൊണ്ടുപോകാറുള്ളത്. പതിവ് പോലെ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മോഷണ വിവരം അറിഞ്ഞത്. ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പിടിയിലായ ആക്രിക്കാരനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ശരീരഭാഗങ്ങളാണെന്ന് അറിയാതെയാണ് മോഷ്ടിച്ചതെന്നാണ് പ്രാഥമിക വിവരം. സ്പെസിമെനുകൾ എങ്ങനെ ആക്രിക്കാരന് കിട്ടി എന്നതിൽ ദുരൂഹത തുടരുകയാണ്. എന്തായാലും പരിശോധനയ്ക്ക് അയച്ച സ്പെസിമെനുകൾ കൈകാര്യം ചെയ്തതിലെ ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് പുറത്തുവരുന്നത്.